സങ്കീർത്തനങ്ങൾ 18. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയും എൻ്റെ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. യഹോവയായ ദൈവം മനുഷ്യർക്ക് സങ്കേതവും ബലവും കോട്ടയും. മനുഷ്യൻ ഇന്ന് സങ്കേതങ്ങൾ തേടിപ്പോകും. കുറ്റങ്ങൾ അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഒളിസങ്കേതങ്ങളിലേക്ക് പോകും. എന്നാൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും ഓടി അണയാൻ ഒരു സങ്കേതമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ സങ്കേതമാണ്. അവൻ ഇങ്ങനെ പറയുന്നു, ദാവീദ് ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ സങ്കേതമാണ് യഹോവ. ദാവീദ് പറഞ്ഞു, എൻ്റെ യഹോവ എൻ്റെ ശൈലം, എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന പാറയും. ഇന്ന് അനേകർ മനുഷ്യരെ ശരണമാക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, ഡോക്ടർമാരെടുത്ത് പല രോഗങ്ങൾ വരുമ്പോൾ, പല രീതിയിൽ പലതായി മുന്നോട്ട് പോകുമ്പോൾ, യഹോവയാകുന്ന ദൈവം പറയുന്നു, എൻ്റെ അരികിലേക്ക് നീ വരുവിൻ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. വളരെ ബലമായ ഭുജമാണ് യഹോവയുടെ കരം. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുമെന്നും യഹോവയുടെ ഭുജം നമ്മളെ താങ്ങുമെന്നും കൃത്യമായും ബൈബിൾ പറയുന്നു. ബൈബിൾ സത്യമായി എഴുതി വച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ താങ്ങുന്നു. യഹോവയുടെ വലങ്കൈ കൊണ്ട് നമ്മളെ താങ്ങുന്നു. അവൻ നമുക്ക് കോട്ടയും രക്ഷയും എൻ്റെ ദൈവവും എൻ്റെ ശരണമാക്കുന്ന പാറയും. അത് പാറയെന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ഒരു വസ്തുവാണ് പാറ. അതേപോലെയാണ് നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ യഹോവ വലിയവനും നീതിമാനും. ആ ദാവീദ് ആശ്രയിച്ചതുപോലെ കഷ്ടങ്ങൾ ഏറ്റമെടുത്ത് വരുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങൾ ഏറ്റമെടുത്ത് വരുമ്പോൾ, ഈ ബലമായ യഹോവയിൽ ആശ്രയിക്കുവിൻ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൽ ആശ്രയിക്കും. അതാണ് ഒരു സങ്കേതം, അതാണൊരു കോട്ട, അതാണൊരു ബലം. ഓടി അണയാനൊരു സങ്കേതവും ബലവും ഉണ്ടെങ്കിൽ അത് യഹോവയുടെ വചനമാണ്. ആമേൻ. ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.